നമസ്കാരം. പുനർജനി ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിജിലൻസ് ശുപാർശയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിജിലൻസ് ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തീർത്തും കോൺഫിഡൻസിലാണ് സതീശനെതിരെ CBI അന്വേഷണം എന്ന ആവശ്യം വിജിലൻസ് തള്ളിയതാണ്. വിജിലൻസ് നേരത്തെ ഉപേക്ഷിച്ച കേസാണ് പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ വീണ്ടും പരാതി എഴുതി വാങ്ങിയാണ് ഇപ്പോഴത്തെ നടപടി. അന്വേഷണം വന്നാൽ പ്രശ്നമില്ല. 7 വർഷം മുൻപ് തന്നെ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. പുനർജനിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. നിയമപരമായി കേസ് നിലനിൽക്കില്ല. FCRA നിയമം ലംഘിച്ചെന്നാണ് ആക്ഷേപം. ഈ കേസ് CBIക്ക് വിടട്ടെ. അന്വേഷണം നേരിടാൻ താൻ റെഡിയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് ഇത്തരമൊരു വാർത്ത വരുന്നത്. വാർത്തയുടെ ടൈമിംഗ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയവരോട് ഞാൻ പേടിച്ചെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് CBI അന്വേഷിക്കണം എന്ന് പ്രഖ്യാപിച്ചാൽ അത് മനസ്സിലാക്കേണ്ടെന്ന സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. നിയമപരമായി ഒരു ആനുകൂല്യവും തനിക്ക് ആവശ്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സംസ്ഥാനത്തെ ഏത് കേസിലും CBI അന്വേഷണം നടത്തിയില്ലെങ്കിലും തന്റെ കേസ് CBI അന്വേഷിക്കട്ടെ എന്നും സതീശൻ പ്രതികരിച്ചു. പുനർജനിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. നിയമപരമായി കേസ് നിലനിൽക്കില്ല. FCRA നിയമം ലംഘിച്ചെന്നാണ് ആക്ഷേപം. ഈ കേസ് CBIക്ക് വിടട്ടെ. അന്വേഷണം നേരിടാൻ താൻ റെഡിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിജിലൻസ് റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ എന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് 60 ദിവസം പോലും ബാക്കിയില്ലാത്ത സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. വിജിലൻസിന്റെ ശുപാർശയിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. വിജിലൻസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണം. അതാണ് ശരി. നിയമപരമായി ഒരു ആനുകൂല്യം തനിക്ക് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം VD സതീശനെതിരായ അന്വേഷണ ശുപാർശയിൽ തുടർ നടപടി എടുക്കേണ്ടത് സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടതാണ് കേസെന്നും CBI അന്വേഷണം എല്ലാറ്റിൻ്റെയും അവസാന വാക്കാകണമെന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറവൂർ മണ്ഡലത്തിൽ 2018 പ്രളയത്തിന് ശേഷം VD സതീശന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഭവന പദ്ധതിയുടെ പേരിൽ അനധികൃതമായി പണം പിരിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. വിദേശ ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് CBI അന്വേഷണം ശുപാർശ ചെയ്തതെന്നാണ് റിപ്പോർട്ട്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചത്, അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചത്. UK നിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. UK ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്.